ഏതായാലും ഞങ്ങളെ ചെറിയൊരു യാത്രക്ക് ഇറങ്ങിക്കാൻ കേട്ടോ. നമ്മളെന്തായാലും നമ്മളും കുട്ടികളും അതുപോലെ തന്നെ ഫാമിലി മൊത്തത്തിൽ ഒന്നിറങ്ങിയിട്ടുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും ചെറിയൊരു ടൂറ് ഫാമിലി ആയിട്ട് പോണത്. ഏതായാലും കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ നമ്മളെ കൂടെ ഒരുപാട് പരിപാടികളൊക്കെ കൂടും. അത് കാരണത്താൽ അവരോ പിന്നാലെ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്തു. പിന്നെ ഞങ്ങളതേപോലെ യാത്ര എല്ലാവരും പാടാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ പോണത് എന്തായാലും നമ്മളടുത്തുള്ള വളാഞ്ചേരിയിലുള്ള ഫ്ലോറേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങളെത്തി. അവിടെ ഞങ്ങളെത്തുന്ന സമയത്ത് തന്നെ വീണ്ടും ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല ആവേശത്തോടെ തന്നെയാണ് അവിടെ തിരിച്ചു പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന രംഗമാണ് ഇത്. ഇപ്പോൾ നമ്മൾ താണ്ട വലിയ ബസ്സുകളിലും അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളിൽ നമ്മളെന്തായാലും തിരിച്ചു വരുമ്പോഴേക്കും ഇത് ഇവിടെ ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ. ഒരുപാട് വണ്ടികളും ഒരുപാട് ആളുകളുണ്ടാവും. നമ്മൾ കുറച്ച് നേരത്തെ പോയി കുട്ടികളൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ ക്ഷീണം കുഴക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കിലെടുത്തിട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആമിറും അനസും അതേപോലെ തന്നെ ഫാരിസും ഒക്കെ പാടെ ബാഗൊക്കെ എടുത്ത് പോന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കയറിയിട്ട് കണ്ട കാഴ്ചയാണ് നമ്മൾ ഈ മീനുകളെ. നമ്മളെ വീട്ടിലെ മീനുകളെ കണ്ടപ്പോൾ അല്ല നിർത്തിയപ്പോൾ അതിനുശേഷം ഇതുപോലെ വലിയ മീനുകൾ വെള്ളത്തിൽ നിന്ന് കാണുന്നത് ഇപ്പോൾ ഇന്നാണ് നേരിട്ട്. അപ്പോൾ അതിനെ ഞങ്ങൾ കുറച്ചേരൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്തായാലും കുട്ടികളെ പാർക്കായ അതൊക്കെയാണ് പോയത്. ആമിർ എന്തായാലും ആ മീനെ വിടുന്നില്ല കേട്ടോ. ആമിർ അതിൻ്റെ കൂട്ടത്തിൽ വേറെ തവള കൂടി കളിച്ചിരുന്നു. ആ തവളിനെ നോക്കിയിട്ടാണ് ഇപ്പോൾ എന്തായാലും ആമിർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണോ പാഞ്ഞു വരുന്നത്. അപ്പോൾ അതെന്തോ എന്തിനേ അത് പിടിക്കാൻ വേണ്ടി പോണ പോലെയാണ് എനിക്കും തോന്നിയത്. പക്ഷേ അതിനെന്തേലും പിടിക്കുമെന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ എന്തായാലും ആദ്യമായിട്ട് വണ്ടിയിലൊക്കെ കയറിയിട്ട് ഉണ്ടോ എന്തൊക്കെ കാട്ടിക്കൂട്ടലെന്നറിയോ. നമ്മളെ ഹിദാശൊക്കെ നന്നായിട്ട് തന്നെ ആവേശത്തോടെ തന്നെയാണ് പരിപാടിയൊക്കെ കാണുന്നത്. അപ്പോൾ തുടക്കം ഞങ്ങളെ ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പരിപാടികളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഏതായാലും ആമിറും ഹിദാശും അതുപോലെ തന്നെ അനസും ഫാരിസും നന്നായിട്ട് എല്ലാതും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ചെയ്തിട്ടുണ്ട്. നമ്മളും എന്താണോ എല്ലാ പരിപാടികളിലും ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മാൻകാക്കിയും അതൊന്നും മോശമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഊഞ്ഞാലാട്ടത്തിൽ തന്നെയായിരുന്നു ഊഞ്ഞാൽ. അപ്പോൾ ഒരുപാട് പരിപാടികൾ അവിടെ ഉണ്ട്. നല്ല കുട്ടികളായിട്ടും അതേപോലെ തന്നെ ഫാമിലി ആയിട്ടും പോകാൻ പറ്റിയ റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങളെന്തായാലും അവിടുന്ന് ചെറിയ പാർക്കിൻ്റെ അവിടെ പോയപ്പോഴാണ് പറയുന്നത് അവിടെ എന്തായാലും 5:30 ശേഷമാണ്. പിന്നെ അതേപോലെ ആ റേസിങ് നമ്മുടെ ഹിദാശ കണ്ട വണ്ടി നല്ല സന്തോഷത്തോടെയാണ് പിടിച്ചത്. അപ്പോൾ പ്രാവശ്യം നമ്മൾ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂട്ടം തന്നെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി കുറച്ച് നേരമൊക്കെ ഫാരിസ് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് കണ്ടവരുണ്ടോ, നല്ല പോയവരുണ്ടോ, പോയിട്ട് ഇതിൽ പിടിച്ചു നിന്നവരുണ്ടോ? ആമിർ പിന്നെ കൂടുതൽ നേരം നിന്നില്ല കേട്ടോ. അമരക്കട ഏജഡായി സംഭവം എന്താണ് പരിപാടി എന്ന് അറിയാത്തതിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ആകാശത്തെ കൂടെ കയറി ഇറങ്ങി വന്നു പറഞ്ഞു. ഇത് മനസ്സിലായി. അതുപോലെ തന്നെ അവിടെ നല്ല മീൻ കച്ചവടം സെറ്റ് സാധനങ്ങൾ. ഞാൻ എന്തായാലും ഇതൊന്നും നേരിട്ട് ഇതിനെ കണ്ടിട്ടില്ല. ചെറിയ മീനുകളൊക്കെ കണ്ടു എന്നല്ലാതെ എന്താ തെരണ്ടി അത്ര എനിക്കറിയില്ല. അവിടെ ഒരുപാട് മീനുകൾ നമ്മൾ കാണാത്തതും അതുപോലെ നമ്മൾ കണ്ട മീനുകളായിരിക്കും ഒരുപാട് നല്ല മീൻ ജീവനോടുള്ളതൊക്കെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇത് ആശ അവിടെ പോരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ മീനുകളൊക്കെ നേരത്തെ കാണുമ്പോൾ നല്ല
നല്ല അടിപൊളി വെള്ളം. എന്തായാലും ഗ്ലാസ്സുമൊന്നും വല്ലാതെ ടച്ച് ചെയ്യാനൊരു സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ മീനുകൾ നമ്മളെ ആമിറിനൊക്കെ അറിയാമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഏതായാലും ഒന്നും കൂടി ആകാശത്തേക്ക് കയറാമെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇതിൽ ആമിർ ഇറങ്ങിയില്ല കേട്ടോ, ആമിർ കൂടിയില്ല. ആമിറിന് ഇത് ഭയങ്കര പേടിയാണ് പറഞ്ഞു. അനസും വന്നില്ല. പിന്നെ ഞാനും മനക്കാക്കയും ഫാദിയും ഫാരിസും പോലെയാണ് ഇത് കയറിപ്പോയത്. ഇത് അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു ഇറങ്ങി വരലുണ്ട്. നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ കയറി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അത് പെട്ടെന്ന് ഇറങ്ങാറ്. അങ്ങനെ എന്തായാലും നമ്മൾ ഒരു വിധം എല്ലാത്തിനൊക്കെ പോയി ഏകദേശം 3 മണിയോട് കൂടി എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്ന സെറ്റപ്പാണ്. 3 മണിയോട് കൂടി വെള്ളത്തിൽ ഇറങ്ങി പിന്നെ അവിടുന്ന് അങ്ങനെ വെള്ളത്തിലുള്ള ജഗ പോകുകയായിരുന്നു. എന്തായാലും വെള്ളം എന്നുള്ളത് കുട്ടികളുടെ ആവേശമാണ്. കൂടാതെ നമുക്ക് നമ്മൾ കുറച്ച് നേരമല്ല അതിന് പരമാവധി എല്ലാ സംവിധാനത്തിലും നമ്മൾ കയറി ഇറങ്ങി ആസ്വദിച്ച് പോകുന്നതാണ്. അങ്ങനെ എന്തായാലും കൂടുതൽ നേരം വെള്ളത്തിൽ നിൽക്കാതെ ഏകദേശം ഒരു 5 മണിയോട് കൂടി നമ്മളെന്തായാലും വെള്ളത്തിൽ നിന്ന് കയറി. കാരണം ജലദോഷവും കറിയും പനിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ടുണ്ടാകുന്നുള്ളൂ. പിന്നെ കയറിയതിൻ്റെ ഒരു ക്ഷീണമാറ്റിലാണ് പോക്കോണും പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ കഴിച്ച് കുറേ കുട്ടികൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ തന്നെ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഇതേപോലെ ഉണ്ടോ ആമിറുണ്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുക്കണ്. പിന്നെ അവിടെ നിന്ന് കഴിച്ചൊരു സാധനമാണിത്, നമ്മളെ പൊട്ടറ്റോ. ഇവർ ചെയ്യുന്ന രീതി നല്ലൊരു സൂപ്പർ പരിപാടിയാണ്. അത് കണ്ടപ്പോൾ നമുക്കും അത് മേടിക്കാൻ ആവേശം കയറി. അങ്ങനെ നമ്മൾ ഒരു 2-3 മേടിച്ച് ഞങ്ങൾ എല്ലാവരും പാടെ കേൾക്കലുണ്ടായി. അതുണ്ടാക്കുന്നതും അതിനുള്ള വെയിറ്റിങ്ങും നല്ല സമയമെടുത്തു. അതിൻ്റെയൊക്കെ ഒരു വഴിക്കാനുള്ളൊരു ഇപ്പം എന്താ പറയുക, ഒരു തിരക്കാണ്. ഇപ്പോൾ നമ്മളെ ഹിതാശൊക്കെ കണ്ടോ, ആദ്യം ഓനിക്ക് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഹനസും മനക്കാക്കയാണ് ഇതിൻ്റെയൊക്കെ ഫുൾ ഇൻചാർജ് കേട്ടോ. ഏതായാലും നന്നായിട്ട് തന്നെ ആസ്വദിച്ചിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത്. ഇത് നമുക്ക് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, നമ്മളെ കുട്ടികൾക്ക് ചെറിയ ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ പിന്നെ എല്ലാവരും പാടെ കഴിക്കാൻ വേണ്ടിയിട്ട് 2 മേടിച്ചെന്ന് മാത്രം. ഇത് സംഭവം നല്ല റേറ്റ് കേട്ടോ, സാധാരണത്തേക്കാളും കൂടുതൽ റേറ്റ് ഉണ്ട് അവിടുത്തെ പലതും. അതിപ്പോൾ അവിടെ നിന്നല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അവസാനം അവിടെയുള്ള എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ നമ്മളെ വീട്ടിലേക്കും എത്തിയപ്പോഴേക്കും ഒരു 10 മണിയോളമായിരുന്നു. വരുമ്പോൾ ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.